خلق فسوى والذي قدر فهدى نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായുള്ള ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിന് സാക്ഷികളാകാനും ആ റമളാനുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളിൽ മുഴുകാനും നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം മനസ്സിലാക്കിയ പോലെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മഹത്വം ലഭിക്കാൻ, പരിശുദ്ധ റമളാനിൽ പല മടങ്ങുകളായി പുണ്യം ലഭിക്കാനുള്ള കാരണം നമുക്കറിയാം. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം ഒരു വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് റമളാനിലേക്ക് ഇത്തവണ മലയാളികൾ കടന്നു വരുമ്പോൾ ദുഃഖകരമായ ഒരുപാട് വാർത്തകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. സ്വന്തം മകനാൽ കൊല ചെയ്യപ്പെട്ട മാതാവിന്റെ വാർത്തയും സ്വന്തം സഹപാഠികളാൽ കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയുടെ വാർത്തയുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ സ്വാഭാവികമായി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തു പറ്റിപ്പോയി ഈ നാടിന്, എന്തു പറ്റിപ്പോയി ഈ സമൂഹത്തിന് എന്നതാണ്. ആ ചോദ്യത്തിന്റെ പരിഹാരം, ഈ സമൂഹത്തെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നതിന് കൃത്യമായ വ്യക്തമായ ഒരു മറുപടി നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നുപോവുകയാണ്. ഇതിനേക്കാൾ വൃത്തികെട്ട, ജീവനോടുകൂടി പെൺകുഞ്ഞിനെ കുഴിച്ചുമൂടാൻ തയ്യാറായിരുന്ന, നീണ്ട പതിറ്റാണ്ടുകൾ യുദ്ധക്കൊതി മൂലം പരസ്പരം കഴുത്തറുത്തിരുന്ന, ധാർമ്മികതയുടെ സകലാംശങ്ങളെയും ചവിട്ടിമതിച്ചിരുന്ന ഒരു ജനത 23 വർഷക്കാലം എന്ന നിസ്സാരമായ ഒരു കാലഘട്ടം കൊണ്ട് മാറ്റപ്പെട്ട ഒരു ചരിത്രം ലോകത്തിന്റെ മുമ്പിലുണ്ട്. ആ മാറ്റം വരുത്തിയത് എന്താണ്? വാളോ അല്ലെങ്കിൽ മറ്റു യുദ്ധായുധങ്ങളോ അധികാരത്തിന്റെ ദണ്ഡുകളോ ഒന്നുമല്ല, മറിച്ച് ലോകത്തിന്റെ സൃഷ്ടാവായ റഹ്മാനായ റബ്ബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ലോകത്തിന്റെ മുമ്പിലേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വിശുദ്ധ ഖുർആനാകുന്ന അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ, കുടുംബരംഗത്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, സാമൂഹിക രംഗത്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, കുട്ടികൾ വഴിതെറ്റിപ്പോകുമ്പോൾ, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ കലാം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അഭിമാനത്തോടുകൂടി ഇസ്ലാമിന്റെ ചരിത്രവും വിശുദ്ധ ഖുർആനിന്റെ ചരിത്രവും ഒക്കെ അന്യമതസ്ഥരുടെ മുമ്പിൽ എടുത്തു പറയാറുണ്ട്. പക്ഷേ ആധുനിക പ്രശ്നങ്ങളുടെ പരിഹാരമായി ഈ ഖുർആനിനെ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളിടത്ത്
അത് സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുന്നിടത്ത്, അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നതൊരു വസ്തുതയാണ്. സാധാരണ ഉദാഹരണമായി പറയാറുണ്ട്, മുഅ്ജിസത്തുകൾ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുക ഒരു വലിയ സൗഭാഗ്യമാണ്. മഹാനായ മൂസാ അലൈഹിസ്സലാമിന്റെ ജനതക്ക് മുഅ്ജിസത്ത് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചിരുന്നു. മൂസാ അലൈഹിസ്സലാം തന്റെ റബ്ബിനോടൊരു മുഅ്ജിസത്തിനു വേണ്ടി ആവശ്യപ്പെട്ടപ്പോ അള്ളാഹു ഒന്നിലേറെ മുഅ്ജിസത്തുകൾ മൂസാ അലൈഹിസ്സലാമിന് നൽകുകയുണ്ടായി. വടിയ നിലത്തിട്ടാൽ അത് പാമ്പായി തീരാൻ, കൈ കക്ഷത്ത് വെച്ചാൽ അത് പ്രകാശിക്കാൻ, അങ്ങനെ വരുന്ന നിരവധി വരുന്ന മുഅ്ജിസത്തുകൾ, അവയിലൊന്നും ഇന്ന് നമ്മുടെ മുമ്പിലില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദൃഷ്ടാന്തത്തിനു വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് കാണിച്ച് താ എന്ന് റബ്ബിനോട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഫഖുദ് അർബഅതം മിനത് ത്വയ്ർ, 4 പക്ഷികളെ പിടിക്ക്, ഛേദിക്ക്, മലയുടെ മുകളിൽ കൊണ്ടുപോയി വെക്ക്, എന്നിട്ട് മാടി വിളിച്ചാൽ പാറി വരുമെന്ന് അല്ലാഹു കൽപ്പിക്കുകയും അങ്ങനെ ചെയ്തപ്പോൾ അത് പക്ഷിരൂപം പ്രാപിച്ച് പാറി വരികയും ചെയ്തത്. ആ ദൃഷ്ടാന്തം ഇന്ന് നമ്മുടെ മുമ്പിലില്ല. ഈ മുഅ്ജിസത്തുകളൊന്നും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ഇതിനേക്കാളെല്ലാം ഏറ്റവും വലിയ മുഅ്ജിസത്ത് നമ്മുടെ വീട്ടിൽ പൊടി പിടിച്ചു കിടക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ പള്ളിയുടെ അലമാരകളിൽ കെട്ടിപ്പൂട്ടി വെക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നതല്ലേ സഹോദരങ്ങളെ സത്യം? ലോകത്തെ മാറ്റിയ ഒരു ഗ്രന്ഥം, ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും ജീവിത രീതികളെയും ഒക്കെ മാറ്റിയ ഒരു ഗ്രന്ഥം പരിശുദ്ധ റമളാനിൽ ഏകദേശം ഒരാഴ്ചയോളം പിന്നിടാനിരിക്കുന്ന സന്ദർഭത്തിലും സ്വന്തം മനസ്സുകളോട് നമ്മൾ ചോദിക്കുക, അങ്ങനെ ഒരു വൈകാരികമായ ബന്ധം അള്ളാഹുവിന്റെ കലാമുമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ദിനങ്ങളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ മനഃപ്പാഠമാക്കി കഴിഞ്ഞിട്ടുണ്ട് റമളാനുമായി ബന്ധപ്പെട്ട, അതുപോലെ ഖുർആനുമായി ബന്ധപ്പെട്ട സൂറത്തു ബഖറയിലുള്ള ആയത്ത്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എന്താണ് ഈ റമളാനിന്റെ പ്രത്യേകത? അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന മാസമാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മുഴുവൻ മാർഗദർശനവുമായിട്ടും അതുപോലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യാസത്യ വിവേചകമായിട്ടും അള്ളാഹുവിന്റെ കലാം അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നത് ആയത്ത് ഉദ്ധരിക്കുമ്പോഴേക്കും അതിന്റെ ആശയം മനസ്സിലാകാൻ മാത്രം ഈ വചനം നമുക്ക് സുപരിചിതമാണ്. പക്ഷേ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലേക്കും ഖുർആനിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഇത്രയും കാലം ഖുർആനിന്റെ അനുയായിയായി ജീവിച്ചിട്ടും ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ഈ റമളാനിൽ പ്രധാനമായി സ്വന്തത്തോട് നമ്മൾ ചോദിക്കേണ്ടുന്ന ചോദ്യം. അള്ളാഹു ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിടത്ത് പ്രത്യേകിച്ച് ഉപയോഗിച്ചൊരു പദം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും നേരായതിലേക്ക് തീർച്ചയായും ഈ ഖുർആൻ മനുഷ്യരെ വഴി നടത്തുന്നു എന്നതാണ്. പക്ഷേ നമ്മൾ ആലോചിക്കുക, നമ്മുടെ കച്ചവടത്തെ ഖുർആനിനനുസരിച്ച് മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഖുർആൻ പഠിച്ച QHLS ക്ലാസ്സിൽ വരുന്ന നമ്മുടെ കടയിൽ വന്നാൽ വഞ്ചിക്കപ്പെടില്ല എന്ന് തോന്നാൻ മാത്രം അള്ളാഹുവിന്റെ കലാമുമായിട്ടൊരു ബന്ധം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ? ഓഫീസ് ഉദ്യോഗസ്ഥനായ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു ഉപഭോക്താവ് നമ്മൾ ഖുർആനിന്റെ അനുയായിയാണ് എന്ന് തിരിച്ചറിയാൻ മാത്രം അയാളോടുള്ള പെരുമാറ്റം, അയാൾ ഏൽപ്പിച്ചിരിക്കുന്ന, അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന കൃത്യത, കണിശത, ഇതൊക്കെ ഉണ്ടോ? ഇതുണ്ടാകുമ്പോഴേ ഈ പറഞ്ഞ യഹ്ദീൽ ഇല്ലത്തി ഹിയ അഖ്വമായി മാറുന്നുള്ളൂ. ഏറ്റവും നേരായതിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഖുർആൻ. ഇന്നും നമ്മൾ പരാതിപ്പെടേണ്ടി വരുന്നത് ഖുർആൻ ജീവിതത്തിൽ സ്ഥിരമായി പാരായണം ചെയ്യുന്ന, അത് പഠിക്കാൻ പോകുന്ന നമ്മുടെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ചാണെങ്കിൽ, നമ്മുടെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണെങ്കിൽ, അതിനർത്ഥം ഈ ഏറ്റവും നേരായതിലേക്ക്, ചൊവ്വായതിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പാരായണത്തിനപ്പുറം ഇത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് എന്തു വേണം? അള്ളാഹു പഠിപ്പിക്കുന്നത്, യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. ഈ ഗ്രന്ഥം അതിനെ ആര് പിൻപറ്റുന്നുവോ അവര് തീർച്ചയായും സുബുലുസ്സലാമിലേക്ക്, അള്ളാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റിയിട്ടുള്ള ആളുകളെ സുബുലുസ്സലാമിലേക്ക് അഥവാ രക്ഷയുടെ മാർഗങ്ങളിലേക്ക് തീർച്ചയായും ഈ ഗ്രന്ഥം നയിക്കുകയും വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും, അവിടെ ബഹുവചനമാണ് അന്ധകാരത്തിന്റെ കാര്യത്തിൽ ഉപയോഗിച്ച്, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും ഏക പ്രകാശത്തിലേക്ക്, ഖുർആനാകുന്ന പ്രകാശത്തിലേക്ക്
തൗഹീദാകുന്ന പ്രകാശത്തിലേക്ക് അത് നിങ്ങളെ വഴി കാണിക്കും എന്നതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ചില കാര്യങ്ങൾ പ്രധാനമായി ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കൽ ആവശ്യമാണ്. ഖുർആൻ അതിന്റെ അനുയായികളെ കുറിച്ച് പറയുന്നത് ഈ മാർഗദർശനം പിൻപറ്റിക്കഴിഞ്ഞാൽ അവർ നിർഭയരായിരിക്കുമെന്നതാണ്. ഈ നിർഭയത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തു വന്നാലും എനിക്ക് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്റെ റബ്ബ് കൂടെയുണ്ട് എന്ന നിർഭയാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അതല്ല വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ മനസ്സിലടങ്ങേറി വരുന്ന, വയനാട്ടിലേക്ക് പോകുമ്പോൾ ഒടുങ്ങാക്കാടിന്റെ മുമ്പിലെത്തുമ്പോൾ നാണയെറിയുന്ന അവസ്ഥയിൽ തന്നെയാണോ നിങ്ങളുള്ളത്? അല്ലാഹു ആദം അലൈഹിസ്സലാമിനോട് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ഒന്നിച്ചു ഇവിടുന്ന് പുറത്തു പോകണം. ആദം അലൈഹിസ്സലാമിനോടും ഭാര്യയോടുള്ള അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ഒന്നിച്ചു പുറത്തു പോകണം. ഇനി എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ മാർഗദർശനത്തെ ആര് പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. ഈ നിർഭയത്വം തൗഹീദ് ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഒരു മനുഷ്യന് ലഭിക്കുള്ളൂ. ആ നിർഭയത്വം ജീവിതത്തിൽ നേടിയെടുക്കാൻ ഖുർആനിന്റെ അനുയായി എന്ന നിലക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? രണ്ടാമത്തേത്, അല്ലാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നതിനെ ഭയപ്പെടുന്ന ആളുകളായിരിക്കും ഖുർആനിന്റെ അനുയായികൾ. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. സൂറത്തുൻ നൂർ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ കൽപ്പനക്കെതിരായി നിൽക്കുന്ന ആളുകൾ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ, പടച്ചവന്റെ പരീക്ഷണം അവർക്ക് വരും, അതിശക്തമായ ശിക്ഷ അവരെ ബാധിക്കും എന്നുള്ളത്. ഇങ്ങനെ ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിക്കുമ്പോ ഈ ഭയം നമ്മളെ പിടികൂടുന്നുണ്ടോ? എന്നിൽ നിന്ന് ഇന്ന കാര്യം സംഭവിച്ചു പോയി, കാണാൻ പാടില്ലാത്തൊരു രംഗം ഞാൻ നോക്കിപ്പോയി, യൂട്യൂബിലൊരു പ്രസംഗത്തിന്റെ ലിങ്ക് ഒന്ന് അമർത്തി, അത് കേട്ട് ഉടനെ ചാടി വീണ മറ്റേത് ഞാൻ അതും അമർത്തി, അത് കേട്ട് അത് കണ്ട് ആസ്വദിച്ച് 10-15 മിനിറ്റ് കഴിഞ്ഞുപോയി. ഒരു മനസ്താപവുമില്ലാതെ തിന്മയിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥ എന്നിലും നിങ്ങളിലും ഉണ്ടോ? ഈ ഖുർആൻ നമ്മളെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. കാരണം അല്ലാഹു ഖുർആനിനെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ വഇലല്ലാഹിൽ മസീർ, അല്ലാഹു നിങ്ങളെ ഇതാ ഭയപ്പെടുത്തുന്നു, താക്കീത് നൽകുന്നു, അവനിലേക്കാണ് മടക്കം. തിന്മ ചെയ്യുമ്പോ മനസ്താപമില്ലാത്തൊരവസ്ഥ വന്നു ചേർന്നിട്ടുണ്ടോ? എങ്കിൽ ഖുർആൻ നമ്മളെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. സ്വന്തം ഇച്ഛകളെ തടഞ്ഞു വെക്കുകയും റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും ചെയ്തവൻ ആരാണോ അവനാണ് തീർച്ചയായും സ്വർഗം അഭയസ്ഥാനമായിട്ടുള്ളത്. ഇച്ഛയെ നിയന്ത്രിക്കാനുള്ള പരിശീലനമാണല്ലോ റമദാൻ. എന്തുകൊണ്ട് റമദാൻ കഴിഞ്ഞാൽ നോമ്പിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല? റമദാൻ കഴിഞ്ഞാൽ റമദാനിൽ നമ്മൾ വെച്ചു പുലർത്തിയ ഇബാദത്തിലെ കണിശത, ജമാഅത്തിന് വരുന്നതിലുള്ള കണിശത, ഖുർആൻ പാരായണത്തിലുള്ള കൃത്യത എന്തുകൊണ്ട് നമുക്ക് നിലനിർത്താൻ കഴിയാതെ പോകുന്നു? നോമ്പിലെ ഇബാദത്തുകൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടുന്ന വിധത്തിൽ സ്വാധീനിച്ചിട്ടില്ല എന്നതാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ രാവിലെയാകുന്നു വൈകുന്നേരമാകുന്നു എന്ന പോലെ സാധാരണ ജീവിതത്തിലെ പോലെ ഒരു യാന്ത്രികത റമദാനിന്റെ കാര്യത്തിലും നമ്മളെ പിടികൂടി. നഊദു ബില്ലാഹ്, നമ്മൾ അല്ലാഹുവിൽ ശരണം തേടണം. അല്ലാഹു അത്തരമൊരു മാനസികാവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവർ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ, അതല്ല അവരുടെ ഹൃദയത്തിന് പൂട്ടിടപ്പെട്ടിരിക്കുകയാണോ? ജീവിക്കുന്ന കാലത്ത് ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ അത് പഠിക്കാനുള്ള സംവിധാനം പള്ളി കേന്ദ്രീകരിച്ചും മദ്രസ കേന്ദ്രീകരിച്ചൊക്കെ ഉണ്ടായിട്ട് അതൊന്നും ഉപയോഗപ്പെടുത്താതെ ദുനിയാവിന്റെ തിരക്കുകളിലും ദുനിയാവിന്റെ സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിലും മുഴുകുന്ന ആളുകൾ വാക്കുകളെ എന്റെതല്ല സഹോദരങ്ങളെ, നമുക്ക് ഭക്ഷണം നൽകുന്ന, നമുക്ക് ജീവിതത്തിലെ വിഭവങ്ങൾ നൽകുന്ന കാരുണ്യവാനായ റബ്ബിന്റെ ചോദ്യമാണ് ഈ ഉത്ബോധനത്തിൽ നിന്ന് എങ്ങോട്ടാണ് അവർ പിന്തിരിഞ്ഞോടുന്നത്? എവിടേക്കാ ഈ നട്ടോട്ടം?
പാച്ചിലോട്ടം. ഈ പാച്ചിൽ എങ്ങോട്ടാണ്? അള്ളാന്റെ ചോദ്യമാണ്. ആരെപ്പോലെയാണവൻ? കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ. കാട്ടിലെ സിംഹത്തെ കണ്ട് പേടിച്ചോടുന്ന കഴുതകളെ പോലെയാണ് അവർ എന്നാണ്. നഊദു ബില്ലാഹ്. ആരെക്കുറിച്ച് അള്ളാഹ് പറയുന്നത്? അള്ളാഹുവിന്റെ കലാം, സ്വർഗത്തിലേക്കുള്ള വഴി, വിശുദ്ധ ഖുർആൻ, അതിന്റെ ഉത്ബോധനം, അത് ലഭിച്ചിട്ട് പഠിക്കാതെ, ചിന്തിക്കാതെ, മനസ്സിലാക്കാതെ, അത് പഠിക്കാനുള്ള അവസരങ്ങൾ കൺമുമ്പിലുണ്ടായിട്ടും ദുനിയാവിന്റെ കാരണം പറഞ്ഞ് പിന്തിരിഞ്ഞോടുന്നവരെ അധിക്ഷേപിക്കാണ് അള്ളാഹു. കാട്ടിലെ സിംഹത്തെ കണ്ട് പേടിച്ചോടുന്ന കഴുതകളെ പോലെയാണ് അവർ. ഈ ഉപമ നമ്മൾക്ക് വിധേയമായി തീരാൻ പാടില്ല. നമ്മളാലോചിക്കുക, ഈ വെള്ളിയാഴ്ച വന്നു, ഇന്നത്തെ ദിനം വന്നു. ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത, വെള്ളിയാഴ്ചയിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ കഹ്ഫ് സഹാബത്ത് അനുഭവം പഠിപ്പിച്ചിട്ടുണ്ട്. പാരായണം ചെയ്തപ്പോ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ടിരുന്ന കുതിര ചാടി റസൂലിന്റെ മുമ്പിൽ ചെന്ന് അനുഭവം പറഞ്ഞു. മാനത്ത് മേഘപാളികൾ പ്രത്യക്ഷപ്പെട്ടു. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താ? നിന്റെ പാരായണം കാരണം ഇറങ്ങിയ, അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയ റഹ്മത്താണത്, ബർക്കത്താണത്, അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കാരുണ്യ. ഖുർആൻ ഓതുമ്പോ കാരുണ്യം ഇറങ്ങാൻ കാരണമാകും. ഈ സൂറത്തുൽ കഹ്ഫ് ആണ് ആ അനുഭവത്തിന് കാരണമായെങ്കിൽ ഇന്നിന്റെ ദിവസം ഒന്ന് ഖുർആൻ മറിച്ചു നോക്കാൻ, ഈ അധ്യായത്തിലൂടെ കടന്നു പോകാൻ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച അതിന്റെ ആദ്യ 10 ആയത്തുകളുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അതല്ല എല്ലാ റമദാനും വരുമ്പോ റമദാന്റെ മഹത്വത്തിന്റെ കാരണം ഖുർആൻ ഇറങ്ങിയതാണ് എന്നൊരു ഉപരിപ്ലവമായി അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി പോകുന്ന അവസ്ഥയിലാണോ നമ്മളുള്ളത്? നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖുർആനിന്റേതായ ഒരു മാധുര്യം നമുക്ക് നുകരാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇന്ന് മാധുര്യത്തിന്റെ വഴിയായിട്ട് പലരും പലതാ തേടുന്നത്. ചിലർക്ക് മ്യൂസിക്കാണ്, ചിലർക്ക് ടൂറാണ്, ആഘോഷങ്ങളാണ്, പലതുമാണ്. മനസ്സിനൊരിടങ്ങേറുണ്ടാകുമ്പോ അള്ളാന്റെ കലാമെടുത്ത് മുന്നിൽ വെച്ചിട്ട് ഓതിയിട്ട് മനസ്സമാധാനം നേടുന്നൊരവസ്ഥ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ തഹറത് ഖുലൂബുനാ മാ ശഅബ്നാ മിൻ കലാമില്ലാഹ്. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ഒരിക്കലും അള്ളാന്റെ കലാം ഓതിയാൽ നമുക്ക് മതി വരൂല. ഖുർആൻ എടുത്ത് നിവർത്തി വെച്ചാൽ ഓതിക്കൊണ്ടിരുന്ന മതി വരൂല, മടക്കി വെക്കാൻ തോന്നൂല. എപ്പോ? നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ. അപ്പൊ ഖുർആനോട് താല്പര്യം തോന്നുന്നില്ല എങ്കിൽ എന്താ അർത്ഥം? മനസ്സ് ശുദ്ധമായിട്ടില്ല. ആ മനസ്സിൽ പിശാചിന്റെ ദുർബോധനങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. റബ്ബിന്റെ കലാമിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കേണ്ടല്ലോ, നോമ്പ് പ്രഭാതത്തിലെ അത്താഴത്തിന്റെ സമയവും ഫജറിന്റെ സമയവും തമ്മിലുള്ള അകല വ്യത്യാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് പോലും ഖുർആനായത്തിന്റെ എണ്ണം പറഞ്ഞിട്ടാണ് സഹാബത്ത് അതിനെ പരിചയപ്പെടുത്തിയത്. അത്രയേറെ അള്ളാഹുവിന്റെ കലാമിനെ അവർ സ്നേഹിച്ചിരുന്നു എന്നതാണ്. അപ്പൊ ഹൃദയം ശുദ്ധമാണെങ്കിലേ നമുക്കതിന്റെ പാരായണത്തിൽ താല്പര്യമുണ്ടായി തീരുകയുള്ളൂ. എന്ന് മാത്രവുമല്ല, പൂർവികരായ ഹസനുൽ ബസരി റഹിമഹുള്ളയെ പോലുള്ള ആളുകൾ പറഞ്ഞു, തഫഖദുൽ ഹലാവ ഫീ സലാസ്. 3 കാര്യത്തിൽ നിങ്ങൾക്ക് മാധുര്യം നുകരാൻ സാധിക്കും. അതൊരു അനുഭവമാകണം. ബാപ്പ നിർബന്ധിച്ചതുകൊണ്ട്, ഉമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാകരുത് മക്കൾ ഖുർആൻ എടുത്ത് ഓതുന്നത്. ഭർത്താവ് ചോദിച്ചുകൊണ്ട് മാത്രമാകരുത് ഭാര്യ ഖുർആൻ എടുത്ത് പാരായണം ചെയ്ത്. തിരിച്ചും. പിന്നെ അതൊരു മാധുര്യമായി അനുഭവിക്കണം. 3 കാര്യങ്ങളിൽ നിങ്ങൾ ജീവിതത്തിന്റെ മാധുര്യം തിരക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതൊക്കെ 3 കാര്യങ്ങൾ? ഒന്ന് ഫിസ്സലാത്ത്, നമസ്കാരത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഹദീസിലൂടെ പഠിപ്പിച്ചു, വഖുർറതു ഐനി ഫിസ്സലാത്ത്. എന്റെ കൺകുളിർമ നിസ്കാരത്തിലാണ്. നമസ്കാരം സന്തോഷകരമായ ഒരനുഭവമായി മാറുക. അത് റബ്ബിനെ മനസ്സിലാക്കുമ്പോ, പടച്ചോന്റെ മുമ്പിൽ എത്ര ദുർബലനായ അടിമയാണ് ഞാൻ എന്നത് ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുമ്പോഴേ നമസ്കാരത്തിന്റെ ഹലാവത്ത് നമുക്ക് ലഭിക്കുള്ളൂ. രണ്ടാമത്തത് വഫിൽ ഖുർആൻ, ഖുർആനിലൂടെ ഹലാവത്ത് നേടാൻ സാധിക്കും. അത് ഓതുമ്പോൾ വല്ലാത്തൊരു മനസ്സിന്റെ സമാധാനം. അതിലെ ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം ജീവിതവുമായി അതിനെ തട്ടിച്ചു നോക്കാനും ഈമാൻ വർദ്ധിപ്പിക്കാനും, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വിശുദ്ധ ഖുർആനിൽ മുഅ്മിന്റെ 5 ഗുണങ്ങൾ, സ്വഭാവങ്ങൾ എടുത്തു പറഞ്ഞിടത്ത് പ്രത്യേകിച്ചും അല്ലാഹു സൂറത്തു അൻഫാലിലെ 2, 3, 4 ആയത്തുകളിലൂടെ പഠിപ്പിച്ചല്ലോ.
പാരായണം ചെയ്യപ്പെട്ടാൽ, വചനങ്ങൾ കേട്ടാൽ ഈമാൻ വർദ്ധിക്കുന്ന അവസ്ഥ വരിക. ഖുർആനിലാണ് മാധുര്യം. 3 വഫി ദിക്റിൽ, അള്ളാഹുവിനുള്ള സ്മരണയായി സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ ഉച്ചരിക്കുമ്പോൾ മനസ്സിന് മാധുര്യം അനുഭവപ്പെടുക. അങ്ങനെ ഫഇൻ വജത്തുമുഹാ ഫംദു വഅബ്ശിറു, അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ, ആ മാധുര്യം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടുകൂടി മുറുകെ പിടിക്കുക. വഅബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുക. ഫഇല്ലം തജിദൂഹാ ഫഅലം അന്ന ബാബക മുഗ്ലഖ്. ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഒരു സമാധാനവും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഒന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കണം, നിന്റെ മനസ്സിന്റെ കവാടം പൂട്ടിക്കിടക്കുകയാണ്. അവിടേക്ക് ഇതൊന്നും കയറിയിട്ടില്ല. റമദാൻ വന്നിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല. ഖുർആൻ ചിലപ്പോൾ 4-5 ജുസൊക്കെ കഴിഞ്ഞു പോയെങ്കിലും ഇപ്പൊ ഓതി നിർത്തിയത് എവിടെയാന്ന് വരെ ഓർമ്മ ഉണ്ടാകില്ല, സ്വാധീനിച്ചിട്ടില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ മാധുര്യം, ഇബാദത്തിന്റെ മാധുര്യം, ദിക്റിന്റെ മാധുര്യം, ഖുർആൻ പാരായണത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. സൂറത്തു സുമർ 23-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശയിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശഊന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അല്ലാഹു ഇതാ ഏറ്റവും ഉത്തമമായ വൃത്താന്തം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കും. നീ വായിക്കുന്ന വേറൊരു കിതാബ് ഇതിന് തുല്യമല്ല. വേറൊരു വിജ്ഞാന ശാഖയും ഖുർആന്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ആദ്യം പഠിക്കേണ്ടതും, മക്കളെ പഠിപ്പിക്കേണ്ടതും, കുടുംബത്തെ പഠിപ്പിക്കേണ്ടതും ഈ ഗ്രന്ഥമായിരിക്കണം. അല്ലാഹു പറയുന്നു, ഏറ്റവും ഉത്തമമായ പരസ്പര സാദൃശ്യമായ വചനങ്ങളുള്ള, ആവർത്തിത വചനങ്ങളുള്ള ഗ്രന്ഥം ഇതാ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ അതുകൊണ്ട് ഭയപ്പെടും, വിറകൊള്ളും. എന്നിട്ട് അവരുടെ ഹൃദയങ്ങളും അവരുടെ തൊലികളും അള്ളാഹുവിലേക്ക് വിനയപ്പെടും. ഈ ഗ്രന്ഥത്തിലൂടെ യഹ്ദീ ബിഹി മൻ യശാ, അള്ളാഹു അവർ ഉദ്ദേശിക്കുന്ന ആളുകളെ നേർമാർഗത്തിലാക്കും. വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അള്ളാഹു ഒരു മനുഷ്യനെ വഴികേടിലാക്കിയാൽ പിന്നെ അവനെ നേർമാർഗത്തിലാക്കാൻ കഴിയുന്ന ഒരാളുമില്ല. റബ്ബിന് മാത്രം നൽകാൻ സാധിക്കുന്നതാണ് ഈ ഹിദായത്ത് എന്ന് പറയുന്നത്. ആ ഹിദായത്ത് ഇതിലൂടെയാ കിട്ടുക. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കുള്ള ഹുദ അള്ളാഹുവിന്റെ കലാമായ ഈ ഖുർആനാണ്. നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കാറുള്ള ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹായോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാലത് കാന ഖുലുഖുൽ ഖുർആൻ, റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന്. ആ റസൂലിനെ കുറിച്ച് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന സാക്ഷ്യവചനം ആവർത്തിച്ച് പറയുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഇടപാടുകൾ ഇതേപോലെ ഖുർആനിന് അനുയോജ്യമാണ് എന്ന് പറയാൻ മാത്രം മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ പരിശുദ്ധ റമളാനിൽ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായ ഈ പരിശുദ്ധ മാസത്തിൽ സ്വന്തം മനസ്സുകളോട് നമ്മൾ ചോദിക്കേണ്ടുന്ന ചോദ്യം. അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ കണ്ണിറയുന്ന, റബ്ബിലേക്കുള്ള ഈമാൻ വർദ്ധിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? അതല്ല നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കാണുന്ന പോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഗ്രന്ഥവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ മരിച്ചു കഴിഞ്ഞ ശേഷം ആ വീട്ടിൽ നിരന്തരമായി ഖുർആൻ ഓതുക. ആ മനുഷ്യനെ മറവ് ചെയ്താൽ അയാളെ മയ്യത്ത് കബറിൽ വെച്ചിട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ആ മയ്യത്തിന് ക്ലാസ് എടുത്തു കൊടുക്കുക. മൻ ഇമാമുക്ക എന്ന് ചോദിച്ചാൽ ഖുർആൻ ഇമാമി എന്ന് മറുപടി പറയണം. എന്നിട്ട് 2-3 ദിവസം തുടർച്ചയായിട്ട് ആ കബറിന്റെ മുകളിൽ വെച്ചിട്ട് ഖുർആൻ ഓതുക. രക്ഷപ്പെടുക സഹോദരങ്ങളെ. ലിയുൻദിറ മൻ കാന ഹയ്യൻ, സൂറത്ത് യാസീനിൽ മരിച്ച വീട്ടിൽ പലരും ഓതിക്കൊണ്ടിരിക്കുന്ന ആ സൂറത്ത് പോലും പറയുന്നത് എന്താ? ജീവിച്ചിരിക്കുന്ന മനുഷ്യന് താക്കീത് നൽകാനുള്ളതാണ് ഈ ഗ്രന്ഥം. മയ്യത്തിന് ഖുർആൻ ക്ലാസ് എടുത്തു കൊടുക്കാനുള്ളതല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു വിദ്യാർത്ഥിയാണോ അവൻ ലഹരിയിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടേണ്ടത്? ഖുർആൻ പഠിച്ചിട്ടാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബുഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കാനുള്ള അമ്പുകളും പ്രതിഷ്ഠകളും അതൊക്കെ പൈശാചികതയിൽപ്പെട്ടതാ. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ വർജിക്കണം എന്ന ആയത്ത കുട്ടിയുടെ മനസ്സിലേക്ക് കയറണം. എങ്കിലേ സുഹൃത്തി ലഹരി MDMA വെച്ച് നീട്ടുമ്പോ പാടില്ല, നഊദുബില്ല എന്ന് പറയാൻ അവന് കഴിയുള്ളൂ. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ വെറുതെ
വഴിവിട്ടു പോകുന്ന സമൂഹത്തെ കൊണ്ട് ദുഃഖിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈ ഖുർആൻ പരിചയപ്പെടുത്തുന്നിടത്ത് ഈ ഖുർആനിന്റെ ആശയങ്ങൾ സ്വന്തം വീട്ടിലും നാട്ടിലും കുടുംബത്തിലും മഹല്ലിലും പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി എന്നത് തന്നെയാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് ഈ റമദാൻ ഒരു പുനരാലോചനക്കുള്ള പ്രേരണയാകണം. QHLL ക്ലാസുകൾ സജീവമാകണം. മനസ്സിലാകുന്ന ഭാഷയിലുള്ള ഖുതുബകൾ കേൾക്കാൻ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടുവരണം. മരണശേഷമല്ല ഓതപ്പെടേണ്ടത്, ജീവിക്കുന്ന കാലത്താണ് അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കേണ്ടത്. അതിലൂടെ മാത്രമേ ഞാൻ നന്നാകുള്ളൂ, എന്റെ കുടുംബം നന്നാകുള്ളൂ, രണ്ട് ലോകത്തും രക്ഷപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ വേദനകളൊക്കെ തിരിച്ചറിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്കെത്താനും സ്വന്തം കണ്ണുകളെ ഈമാൻ കൊണ്ട് ഈറനണിയിക്കുന്ന ഒരു അവസ്ഥയിലാകുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. വൈദാ സമീഉ മാ ഉൻസില ഇലർ റസൂൽ തറാ അഅ്യുനഹും തഫീദു മിനദ്ദം. അള്ളാഹുവിന്റെ റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ ആയത്തുകൾ കേട്ടാൽ അവരുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞൊഴുകുന്നതായി നിനക്ക് കാണാം. മിമ്മാ അറഫൂ മിനൽ ഹഖ്, സത്യത്തിൽ നിന്ന്, യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ട കാരണത്താൽ. സത്യം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ട് ആ ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോ കണ്ണ് നിറയുമെന്നാണ്. യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, സത്യസാക്ഷികളുടെ കൂടെ നീ ഞങ്ങളെയും രേഖപ്പെടുത്തേണമേ എന്നവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നാണ്. ഈ തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഖുർആൻ കേട്ടാൽ തൊലികൾ ഭയപ്പെടുന്ന, ഹൃദയം നടുങ്ങുന്ന, റബ്ബിലേക്ക് വിനയാന്വിതമാകുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ കലാമുമായി ഇത്രയും ദിവസം പരിശുദ്ധമായ റമദാൻ പിന്നിട്ടു പോയിട്ട് എത്രത്തോളം ഖുർആനുമായി അടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്? ആ പുനരാലോചനയാകട്ടെ നാം നമ്മുടെ മനസ്സുകളിലേക്ക് നൽകേണ്ടത്. അള്ളാഹുവിന്റെ കലാമിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ രണ്ട് ലോകത്തും രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു ഇരു ലോകത്തും രക്ഷയും സമാധാനവും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ അള്ളാഹുവിന്റെ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സ്വല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഐഹിക ജീവിതത്തിലെ ധർമ്മനിഷ്ഠമായ നിലനിൽപ്പ് മാത്രമല്ല, പരലോക ജീവിതത്തിലെ മനുഷ്യന്റെ വിജയം അള്ളാഹുവിന്റെ കലാമുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: യഖറഉൽ ഖുർആൻ ഫഇന്നഹു യഅതി ഷാഫിഅൻ ലി അസ്ഹാബി. നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യണം. കാരണം അത് അതിന്റെ ആളുകൾക്ക്, ഖുർആൻ അതിന്റെ അനുയായികൾക്ക് സാക്ഷിയായി കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു അൽ ബഖറ വ ആലി ഇംറാൻ. ഒന്നിലേറെ ഹദീസുകളിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ടതാണ് സൂറത്തു ബഖറയും സൂറത്തു ആലി ഇംറാനും. അത് മഹ്ശറിൽ മനുഷ്യൻ നിൽക്കുമ്പോ രണ്ട് പക്ഷിക്കൂട്ടം കണക്കെ അല്ലെങ്കിൽ രണ്ട് മേഘക്കൂട്ടം കണക്കെ തണലിട്ട് കൊണ്ടുവരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഫഇന്നലിൽ ജന്ന 100 ദറജ, സ്വർഗ്ഗത്തിന് 100 ദറജയുണ്ട്. മാ ബൈന ദറജതൈനി മാ ബൈന അസ്സമാഇ വൽ അർള്. രണ്ട് ദറജകൾക്കിടയിലുള്ള അകലം ആകാശഭൂമികൾക്കുള്ള ഇടയിലുള്ള അകലമാണ്. അങ്ങനെ 100 ദറജകളുള്ളതാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിച്ചു, സ്വർഗത്തിലെ സ്ഥാനം നിർണയിക്കുന്നത് ഖുർആനിലുള്ള അവഗാഹമാണ്. സ്വർഗത്തിന്റെ താഴെത്തട്ടിൽ പ്രവേശനം ലഭിച്ചവനോട് പറയപ്പെടും, യുഖാലു ലിസ്വാഹിബിൽ ഖുർആനി ഖറാ വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ് ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നിനക്കറിയാവുന്നതോ, നിനക്ക് എത്ര മനപ്പാടുണ്ട് അത് പാരായണം ചെയ്യേ. മറ്റൊരു റിവായത്തിൽ ഫയഖറഉ വയസ്അദു, അവൻ ഓതിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് മേലോട്ട് പോകും. ഹത്താ ആഖിറ കലാമി, അവന് മനപ്പാടുള്ള അവസാനത്തെ ആയത്ത് വരെ
ഓതും റബ്ബിന്റെ മുമ്പിൽ, അതിനനുസരിച്ച് മേൽപോട്ട് പോകും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹാ വ്യക്തമാക്കിയത്, സ്വർഗത്തിലെ ദറജകളുടെ എണ്ണം ഖുർആനിലെ ആയത്തുകളുടെ എണ്ണത്തിന് തുല്യമാണ്. എത്ര ആയത്ത് പഠിച്ചിട്ടുണ്ടോ അത്ര ദറജ സ്വർഗത്തിൽ കൂടുതലായി ലഭിക്കുമെന്നാണ്. അള്ളാഹു ഫിർദൗസിൽ സ്ഥാനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഹത്തിലും പരത്തിലുമുള്ള വിജയത്തിന്റെ നിദാനം ഈ ഗ്രന്ഥം നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിനോടുള്ള വൈകാരികമായ ബന്ധം നിലനിർത്തുക എന്നാണ്. എത്ര പഠിച്ചാലും മതി വരാത്തതാണ്. ഓരോ ആയത്തും നമ്മൾ ഒരു തവണ വായിച്ചൊരു പുസ്തകം രണ്ടാം തവണ വായിക്കുമ്പോൾ പലപ്പോഴും മടുപ്പനുഭവപ്പെടും. പക്ഷെ ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും ഞാൻ ഒന്നാമത്തെ തവണയാണ് ഇത് പാരായണം ചെയ്യുന്നത് എന്ന് തോന്നുന്ന അനുഭവം അത് ഖുർആന് മാത്രം നൽകാൻ സാധിക്കുന്ന പ്രത്യേക അനുഭവമാണ്. ഓരോ വചനത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോഴും റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ എന്ന് പറഞ്ഞു പോകത്തക്ക വിധം, സുബ്ഹാനക് നീ പരിശുദ്ധനാണെന്ന് പറഞ്ഞു പോകത്തക്ക വിധം നമ്മുടെ മനസ്സിലേക്ക് അത് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അങ്ങനെയുള്ള ഒരു പഠനം ഈ റമദാനിൽ തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മക്കളെയും നമ്മൾ അതിനനുസരിച്ച് ക്രമീകരിച്ചു നോക്കൂ. അവർ ഭൗതിക വിദ്യാഭ്യാസത്തിൽ എത്ര ഉയരങ്ങളിലെത്തിയാലും അള്ളാഹുവിന്റെ കലാമിനെ അതിലേറെ സ്നേഹിക്കുന്നവരായി അവർ മാറും. ഭൗതികമായ മേഖലകളിൽ അവർ ഉയരങ്ങളിലേക്ക് എത്തും. അതല്ല ഇതൊക്കെ കൈവിട്ടിട്ട് വെറും ഭൗതികമായ നേട്ടം മാത്രം ലക്ഷ്യം വെച്ച് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു, കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന നിലക്കുള്ള ദുരന്തങ്ങൾക്കാണ് നമ്മൾ സാക്ഷികളായി മാറേണ്ടി വരിക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തോടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ, അതിലൂടെ അതിന്റെ പാരായണത്തിലൂടെ കണ്ണുകൾ നിറയുന്ന അവസ്ഥയിലേക്കെത്താൻ, തൊലികൾ റബ്ബിലേക്ക് വിനയപ്പെടുന്ന അവസ്ഥയിലേക്കെത്താൻ, ഓരോ ആയത്തും പഠിക്കുന്തോറും ഈമാൻ വർദ്ധിക്കുന്ന വിധത്തിൽ ഖുർആനിന്റെ ആശയ ഗാംഭീര്യം ഉൾക്കൊള്ളുന്ന ഒരു ഗഹനമായ പഠനത്തിന് തയ്യാറാകുന്ന വിധത്തിൽ നമ്മളെ സ്വയം മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. തിരുവനന്തപുരം ജില്ലയിൽ NH-നടുത്തായിട്ട് ആറ്റിങ്ങൽ ആലങ്കോട് എന്ന സ്ഥലത്ത് ഒരു മസ്ജിദിന് വേണ്ടി സ്ഥലമെടുത്തിട്ടുണ്ട്. നാഷണൽ ഹൈവേയിൽ നമുക്കറിയാം വലിയ സംഖ്യ അതിന് ചെലവുണ്ട്. 60 ലക്ഷത്തോളം രൂപ സ്ഥലത്തിന്റെ വിലയായി ഇനിയും നൽകാൻ ബാക്കിയുണ്ട്. ആ കാര്യത്തിലേക്ക് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നമ്മെ സമീപിച്ചിട്ടുണ്ട്. നമുക്കറിയാം അള്ളാഹുവിന്റെ ഭവനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സഹായം ചെയ്താൽ എത്രത്തോളമാണ് സ്വർഗത്തിൽ അതിനുള്ള പ്രതിഫലം എന്നുള്ളത്. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, റബ്ബിന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചവന് അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. കഴിവിന്റെ പരമാവധി ഇന്ന് നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആ മഹത്തായ ദൗത്യത്തിലേക്ക് എല്ലാവരും നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ച പോലെ സക്കാത്തിന്റെ മഹത്വം നമുക്കറിയാം. നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് സക്കാത്ത് സെൽ പ്രവർത്തിക്കുന്നുണ്ട്. സക്കാത്ത് കൗണ്ടർ, പള്ളിയുടെ കീഴിലുള്ള സക്കാത്ത് കൗണ്ടർ പുറത്തുണ്ട്. നമസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ വിഹിതങ്ങൾ അതിലേൽപ്പിക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച മറ്റന്നാൾ രാവിലെ 9:30 മുതൽ 12:30 വരെ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പ്രകാരം ഇൻഷാ അല്ലാഹ് മുനവ്വർ സ്വലാഹി, ശിഹാബ് എടക്കര എന്നിവർ ക്ലാസ് എടുക്കുന്നുണ്ട്. രാവിലെ 9:30 മുതൽ 12:30 വരെയുള്ള ആ ഇൽമിന്റെ മജ്ലിസിൽ അതിന്റെ പുണ്യം മഹത്വവും മനസ്സിലാക്കി നിങ്ങളെല്ലാവരും എത്തിച്ചേരണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് ദീനിനെ സ്നേഹിക്കുന്ന, ആഖിറത്തിന് വേണ്ടി ഇഖ്ലാസോടുകൂടി അമല് ചെയ്യുന്ന അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.